സൗബിക ഈ സിനിമ ചെയ്തിരുന്ന സമയത്ത് ബാസിനെ പറയുണ്ടായി അതായത് ഇത് സെലക്ട് ആകുന്ന സമയത്ത് അല്ലെങ്കിൽ ഇതിന്റെ വർക്ക് നടക്കുന്ന സമയത്ത് ബാൻ അങ്ങനത്തെ ഒരു ഇൻസിഡന്റ് നടക്കുന്ന സമയമായിരുന്നു ബാസിയുടെ. അപ്പൊ ആ സമയത്ത് പോലും കൂടെ നിൽക്കുന്ന ഫ്രണ്ട്സ് കുറച്ച് പേരുണ്ടായിരുന്നു. അപ്പൊ ഇനി ആ പ്രൊഡ്യൂസർ ഇതൊരു എന്തെങ്കിലും പ്രശ്നമായിട്ട് ആ സമയത്ത് വന്നിരുന്നു? ശരിക്കും പറഞ്ഞെങ്കിൽ ബാസിനവിടെ അത് ചെയ്യാൻ പാടില്ലെന്ന് വെച്ചാൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ ചെയ്യാൻ പറ്റും. ബാസി ആ സമയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പടം വേറെ ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അങ്ങനെയൊന്നുമില്ല. ഇത് ബാസി പറഞ്ഞൊരു ഒരു ഭയങ്കര സുള്ള ആൻസർ അല്ലേ, നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുന്ന സമയത്ത് കുറച്ച് കൂട്ടാൻ പറ്റും. അതാണ് എൻ്റെ ഈ സിനിമ എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഞങ്ങൾ ഈ ഒരു ക്യാരക്ടറിന് വേണ്ടി കുറേ അധികം ഓടി നടന്നത്. ഞങ്ങൾ ഒരു കൊല്ലം ഈ ഒരു ക്യാരക്ടറിന് വേണ്ടി സത്യം കിട്ടും. അങ്ങനെ കഴിഞ്ഞിട്ട് നമ്മൾ പോലും കാരണം ഏറ്റവും അവസാനമാണ് കേട്ട് പറയണ ബാസി കേട്ടോ, അപ്പോഴും നമ്മൾ ശരിയാണല്ലോ നമ്മൾ കൂട്ടാനുണ്ട്. അപ്പോഴാണല്ലോ അതുപോലെ എനിക്ക് മറ്റേ ഇതാണ് എന്നെ ഒരു ബ്ലോക്ക് ചെയ്തിരുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ കാരണം നമ്മൾ അങ്ങോട്ട് പോയിട്ടുണ്ടായില്ല. കാരണം പരസ്പരം വെച്ചിട്ടുണ്ടെങ്കിൽ കാസ്റ്റിങ്ങിനാണെങ്കിൽ പോലും എന്തിനാണെങ്കിൽ പോലും നമ്മൾ ഇവര് റോയിൽ പോകുന്ന വെച്ചാൽ ഇവര് വർക്ക് ചെയ്യുന്ന സ്ഥലത്തിൻ്റെ ഒരു മരം പോലെയാണ് കാസ്റ്റിങ്ങിൻ്റെ ഒരു സാധനം ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഓരോ ദിവസം ഈ മരത്തിൻ്റെ ഓരോ ചില്ലുകൾ പോലെയുള്ള ഓരോ ഫേസുകൾ മാറണം, ഓരോ ക്യാരക്ടേഴ്സ് മാറും. അപ്പോൾ ഇവനെ വിളിക്കും, ഇതിപ്പോൾ മറ്റാളായോ, ഇതെന്തായി ഇല്ല, അയാൾ ഡേറ്റ് ഇല്ല. അങ്ങനെ നമുക്ക് എല്ലാവരും കിട്ടണം, നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ കിട്ടണം, പക്ഷെ ഡേറ്റ് ഇല്ല. അങ്ങനെ തന്നെ പോയി ഏറ്റവും അവസരം കറക്റ്റായിട്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഞ്ഞൾ ബോയ്സിലെ ഏറ്റവും പെർഫെക്റ്റ് കാസ്റ്റിംഗ് എന്ന് പറയുന്നത് ബാസിയാണ്. അങ്ങനത്തെ ഒരു നല്ലൊരു ആക്ടറെ കൊണ്ട് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അവരത് കറക്റ്റായിട്ട് അറിയാം ആ ഇമോഷൻ. അതുകൊണ്ടാണ് ഞങ്ങളെ സുഹൃത്തുക്കളെന്ന് പറയുന്നത്. അതെ, ഞാനത് പല കഥകൾ എക്സാക്ട്ലി, അതായത് ഞാൻ ഈ 11 പേര് ഫസ്റ്റ് ഇന്റർവ്യൂ ചെയ്താണ് സ്ക്രിപ്റ്റ് ചെയ്യുന്നത്. 11 പേര് ഈ പോലീസുകാരുടെ രീതി പോലെ മാറ്റി ചോദ്യം ചെയ്യാന്ന് പറയുന്നത്. അതുപോലെ 11 പേര് ഇൻഡിവിജ്വലി, അപ്പോൾ 11 പേരുടെയും വേറിട്ട പെർസ്പെക്റ്റീവ്, അവരെന്താണ് കണ്ടത്, അപ്പൊ അത് ഓരോരുത്തരുടെയും ഭയങ്കര സബ്ജക്റ്റീവ്. അത് ക്യാരക്ടർ ബിൽഡിങ്ങിന് ഭയങ്കര ഹെൽപ്പ് ചെയ്തു. അപ്പം ഓരോരുത്തരുടെയും പെർസ്പെക്റ്റീവ്, അവർ ഒരു ഇൻസിഡന്റ് അവരെങ്ങനെ നോക്കി കാണുന്നത്, അപ്പം അങ്ങനെ ഉണ്ടാക്കിയ ഒരു പരിപാടിയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ പറയാ, ബാക്കി ഈ ആൾക്കാരെ കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പം ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ ഫുൾ ഇന്റർവ്യൂസ് കൊടുക്കില്ല. അയാളുടെ കാസ്റ്റ് ചെയ്തോ പുള്ളിക്കാരൻ്റെ ഇന്റർവ്യൂ മാത്രമേ കൊടുക്കുള്ളൂ. അപ്പൊ പുള്ളിക്കാരന്റെ പെർസ്പെക്റ്റീവ് മാത്രമേ ഇവർ കാണുള്ളൂ. അപ്പൊ അങ്ങനെ രീതിയിലാണ് നമ്മൾ ഇവരെ ആക്ടേഴ്സിനെ ഇനീഷ്യേറ്റ് ചെയ്തത് ഈ ഒരു പ്രോസസ്സിലേക്ക്. കൊമേഴ്ഷ്യൽ എക്സാക്ട്. അപ്പൊ അതായത് ചോദ്യത്തിന്റെ മെയിൻ ചോദ്യം. അപ്പൊ അത് ഞാൻ അഡ്രസ് ചെയ്യാൻ പറ്റില്ല, സോറി. അപ്പം ഇത് കൊമേഴ്ഷ്യൽ ആക്കുക എന്നുള്ളത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് വി ആർ സ്പെൻഡിങ് ലോട്ട് ഓഫ് മണി ഓൺ ദിസ്. അപ്പൊ അത് കൃത്യമായി ഒരു റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റും അതിൻ്റെ ഒരു കൊമേഴ്ഷ്യൽ സ്വഭാവം വേണം. അപ്പം പക്ഷെ എന്നാലും കൊമേഴ്ഷ്യൽ ആക്കുമ്പോൾ ഇവർ അനുഭവിച്ച ജീവിതാനുഭവങ്ങൾ ഒരിക്കലും നമ്മൾ അത് മറച്ചൊടിക്കരുത്. അപ്പൊ അതൊരു ഫൈൻ ബാലൻസ് ആണ്. ഇവർ അനുഭവിച്ചത് എന്ത് കൊമേഴ്ഷ്യലാവും, എന്ത് വർക്കാവും, പിന്നെ സിനിമയുടെ ഒരു എന്താ പറയാ, ഒരു ടെമ്പോ ഉണ്ട്. ആ ടെമ്പോ ലൂസ് ചെയ്യാണ്ട് ഹൗ ടു അച്ചീവ് ഇറ്റ്, അതൊരു ശ്രമകരമായ ദൗത്യം തന്നെയായിരുന്നു. ഇറ്റ് ടുക്ക് ടൈം, ഓൾമോസ്റ്റ് ഇയർ ടു അറൈവ് ടു ദ സ്ക്രിപ്റ്റ്. ഇപ്പൊ ക്യാരക്ടേഴ്സ് ഇപ്പം ഗണപതി ചൂസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞാൽ തന്നെയും 11 പേരും എൻറ്റയർലി ഡിഫറെന്റ്, ഇവരിൽ നിന്നും എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ആളുകളാണല്ലോ. അപ്പം ഈ മാനറിസം ഒക്കെ സെറ്റ് ചെയ്തത് എങ്ങനെയായിരുന്നു ഇവരിൽ നിന്നും? അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഈ ഓരോ ആക്ട് ചെയ്യുന്നവർക്കും അവരുടെ സ്പെസിഫിക് ക്യാരക്ടേഴ്സിന് ഇന്റർവ്യൂ മാത്രം കൊടുത്തു. അപ്പൊ അത് 2 പ്രാവശ്യം കാണുമ്പോൾ പ്രൊഫഷണൽ ആക്ടേഴ്സ് ഫൈറ്റ്, അവർക്ക് മനസ്സിലാവും എന്താണ് ട്രേറ്റ്, എന്താണ് എന്നുള്ള പരിപാടി മനസ്സിലാവും. അപ്പം അങ്ങനെയാണ് നമ്മൾ അതിന്റെ പ്രോസസ് അച്ചീവ് ചെയ്തത്. പിന്നെ ഫുള്ളായിട്ട് അതിലേക്ക് പോകാനും പറഞ്ഞില്ല. കാരണം പകുതിയാണ്, പകുതി ഇവരും പകുതി അവരും, അങ്ങനത്തെ ഒരു ബ്ലെൻഡിലാണ് പരിപാടി പോകുന്നത്. നോർമലി ഇതൊരു റിയൽ ഇൻസിഡന്റ് ബേസ് ചെയ്തൊരു സംഭവമാണല്ലോ. അപ്പോൾ റിയൽ ഇൻസിഡന്റ് വേണം. അപ്പോൾ ഒരു സിനിമയിലേക്ക് ആകുമ്പോൾ ഒരു സിനിമാറ്റിക് എലമെന്റ് അല്ലെങ്കിൽ അതിനായിട്ടൊരു ഫാന്റസി എലമെന്റ് എന്തായാലും ഉണ്ടാവുമല്ലോ. ഈ സിനിമയിൽ അങ്ങനെ എന്തെങ്കിലും എലമെന്റ് ഉണ്ടോ, അതോ എന്തെങ്കിലും റിയൽ ആയിട്ടുള്ള? അത് ഞാൻ പറയില്ല.
കാരണം അത് പറഞ്ഞാ പോയില്ലേ അത് അല്ല ഏതാണ് അല്ല അതിന് വേണ്ടിട്ട് റിയൽ ഇൻസിഡന്റ് കളയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തു ഒന്നും കളഞ്ഞിട്ടില്ല. ഇവരുടെ അനുഭവം എത്ര ഒന്നും ചോരാതെ കാണിക്കണം. അതില് നമ്മൾക്ക് സിനിമയുടെ ആവശ്യമായ കഥ പറച്ചിലിന്റെ ഒഴുക്കിന് വേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മൾ തീർച്ചയായും സ്വാതന്ത്ര്യം എടുത്തിട്ടുണ്ട്. അത് ഏതാണ് എന്താണെന്നുള്ളത് അറിയാത്ത ശരിയല്ല.